ഭക്തിസാന്ദ്രമായി തിരുനാവായിൽ ഇന്നും നിള ആരതി നടന്നു. സിനിമാ താരം അനുശ്രീ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഭാരതപ്പുഴ അഴീകിൽ നടന്ന ആരതി ചടങ്ങിൽ പങ്കെടുത്തു. നിള ആരതിയിൽ പങ്കെടുക്കാൻ വലിയ സൗഭാഗ്യമായി കരുതുന്നുവെന്ന് അനുശ്രീ ജനം ടിവിയോട് പറഞ്ഞു. തിരുനാവായിൽ നിള ആരതി രണ്ടാം ദിനവും വലിയ ആവേശമായിട്ടുകൊണ്ട് തന്നെയാണ് നടന്നത്. ഭക്തിസാന്ദ്രമായിരുന്നു ഓരോ നിമിഷങ്ങളും എന്നുള്ളതാണ്. കാശിയിലെ പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്നും ഈ നിള ആരതി നടന്നത്. ഇന്ന് നിള ആരതിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സിനിമാ താരമായ അനുശ്രീ കൂടി എത്തുകയുണ്ട്. അനുശ്രീ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കുംഭമേള, കേരളത്തിൻ്റെ കുംഭമേള തിരുനാവായിൽ മഹോത്സവം നടക്കുകയാണ്. അപ്പം അതിൻ്റെ ആരതിയുടെ കൂടെ ഭാഗമായിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു നിമിഷത്തെ? ഒത്തിരി സന്തോഷം. കാരണം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നത്. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. കാരണം ഞങ്ങൾ മൂകാംബിക പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. മൂകാംബിക പറശ്ശിനിക്കടവ്, അത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്കിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ജയരാജ് മിശ്ര ചേട്ടൻ. പുള്ളിയാണ് എന്നെ വിളിക്കുന്നത്, ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. കാരണം എത്രത്തോളം ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു അനുഗ്രഹം, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനൊക്കെ ഇത് ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ ആരതിയൊക്കെ. അപ്പോൾ അത് ജീവിതത്തിലൊന്ന് കാണാൻ കഴിഞ്ഞു. അതും ഇവിടെ തന്നെ വെച്ച് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം, നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനിയുമുണ്ട്. വരാൻ കഴിയുന്നവരൊക്കെ വരിക, കാണുക, അനുഗ്രഹം നേടുക. ഈ മഹാമഹോത്സവം നേരത്തെ അറിഞ്ഞിരുന്നു ഇങ്ങനെ ചടങ്ങ് നടക്കുന്നത്? ഇല്ല, ഞാൻ മൂകാംബിക പോയ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ നടക്കുന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല വരാനായിട്ട്. അപ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള ട്രാവലിലാണെന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ചുമ്മാ ഒരു വീഡിയോ ഇട്ടതാണ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടി. എന്നാൽ പിന്നെ എന്തായാലും ആവാം, എന്തായാലും ചിലപ്പോൾ ഞാനിവിടെ വരണമെന്ന് ഉണ്ടായിരുന്നിരിക്കാം. വന്നിട്ടുണ്ട്. ഞാനൊരു 2 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗംഗാരതി ചടങ്ങുകൾ, കുംഭമേള, അതൊക്കെ ടി വിയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ? അതെ, അത് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഗംഗാരതി എന്തെങ്കിലും പോയി കാണണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി പ്ലാൻ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ കുംഭമേളയാണെങ്കിലും അവിടെ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ലൈഫ് സ്പാനിൽ അത് ഉണ്ടാകുമോയെന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ അത് തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. അതിലും സിനിമാ താരമായ അനുശ്രീയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവർ ഉൾപ്പെടെ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വലിയ തിരക്ക് തന്നെ ഈ ഒരു കുംഭമേളയുടെ രണ്ടാം ദിനവും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നിള തീരത്ത് നടക്കുന്ന ഈ നിള ആരതി ചടങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ നിളയിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിലും ഒക്കെ ഒരുപാട് ആളുകൾ ഈ മഹോത്സവം നടക്കുന്ന നിളാ തീരത്തേക്ക് ഓരോ ദിവസവും കൂടി ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.